നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ BSc നഴ്സിംഗിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. LBSന്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. PNC, MAK, MCS, FNCക്ക്, CPAS തുടങ്ങിയ അസോസിയേഷനുകളിലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. LBS വഴിയുള്ള ആപ്ലിക്കേഷൻ ജൂൺ 4-ാം തീയതി വരെയാണ് നൽകുവാനായിട്ട് സാധിക്കുന്നത്. ജൂൺ 4-ാം തീയതി വരെ മാത്രമേ ആപ്ലിക്കേഷൻ ഫീസ് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷം ജൂൺ 7-ാം തീയതി വരെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ അത് ജൂൺ 7-ാം തീയതി വരെ അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യുവാനായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ജൂൺ 4-ാം തീയതിക്ക് മുൻപായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. 2025 കേരള സിലബസിൽ +2 പാസ്സായ കുട്ടികൾ അവരുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ +2ന്റെ എക്സാമിന്റെ ഹോൾ ടിക്കറ്റിലെ നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അവരുടെ മാർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയിക്കൊള്ളും. CBSE സിലബസിലുള്ള കുട്ടികളും ICSE സിലബസിലുള്ള കുട്ടികളും അവരുടെ മാർക്ക് ലിസ്റ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. LBSൽ നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ +2ന്റെ മാർക്കുകൾ മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. LBS തന്നെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കുട്ടികളും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ട ആവശ്യമില്ല. ജൂൺ 7-ാം തീയതിക്ക് ശേഷം LBS ആപ്ലിക്കേഷനുകളെല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഡേറ്റ LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ പ്രൊഫൈൽ പേജിലാണ് അത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കറക്ഷൻ ടൈം തരുന്നതാണ്. അതിന്റെ ഡേറ്റുകളൊന്നും ഇപ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല. കറക്ഷൻ ടൈമിന് ശേഷം പിന്നീട് ഫൈനൽ ആയിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഡേറ്റ LBSന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലും എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്ററുകളുമായി കോൺടാക്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. കറക്ഷൻ ടൈമിന് ശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് +2ന്റെ എക്സാം എഴുതിയ കുട്ടികളുടെയും ഇംപ്രൂവ്മെന്റ് എഴുതിയ കുട്ടികളുടെയും റിസൾട്ടുകൾ വരികയാണെങ്കിൽ അവരുടെ കൂടുതലായിട്ട് വന്നിട്ടുള്ള മാർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയിക്കൊള്ളും. LBSൽ മാത്രമാണ് ഇങ്ങനെ മാർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആകുന്നത്. MCS, FNCക്ക്, CPAS, PNC, MAK തുടങ്ങിയ അസോസിയേഷനുകളിൽ നമ്മൾ തന്നെ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപായിട്ട് റിസൾട്ടുകൾ വന്നെങ്കിൽ മാത്രമാണ് ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വർഷം +2ന്റെ റിസൾട്ടിൽ കുട്ടികൾക്കൊക്കെ മാർക്കുകൾ കുറവാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കുകൾ കുറവാണ് എന്ന് കരുതി കുട്ടികൾ അപേക്ഷകൾ നൽകാതിരിക്കരുത്. മാർക്കുകൾ കുറവുള്ളവർ LBS വഴിയും PNC, MAK വഴിയും ആപ്ലിക്കേഷനുകൾ നൽകണം. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയാനായിട്ട് സാധിക്കുകയില്ല. ഓരോ അസോസിയേഷനുകളുടെയും റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം ആപ്ലിക്കേഷനുകൾ വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്ന കാര്യം പറയാനായിട്ട് സാധിക്കുന്നത്. എക്സാം എഴുതുന്ന കുട്ടികളുടെയും ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികളുടെയും മാർക്കുകൾ കൂടുതലായിട്ട് ലഭിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഓരോ വെബ്സൈറ്റുകളുടെയും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് വരികയാണെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.